പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹന്റെ ചിന്താസരണികളിലെ ഒരേടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ഒറ്റയ്ക്ക് ഒരു ദ്വീപായി ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ നിലനിൽപ്പ് തന്നെ ചുറ്റുമുള്ളവരുമായി ബന്ധപ്പെട്ടതാണ്. ഈ സാമൂഹിക യാത്രയിൽ ഒരാൾക്ക് പോലും മാനസികമായോ ശാരീരികമായോ ദോഷം വരാതെ മുന്നോട്ടു പോകാൻ കഴിയുക എന്നതാണ് ഒരു വ്യക്തിക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ധാർമ്മിക വിജയം. ഈ ജീവിത രീതി കേവലം നിയമങ്ങളെ അനുസരിക്കുന്നത് മാത്രമല്ല, അത് ആഴത്തിലുള്ള സഹാനുഭൂതിയുടെയും ആദരവിന്റെയും പ്രതിഫലനമാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ജീവിതത്തിന്റെ അടിസ്ഥാന ശില സഹാനുഭൂതിയാണ്. മറ്റൊരാൾ അനുഭവിക്കുന്ന വേദനയെ അവരുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് സഹാനുഭൂതി. സഹാനുഭൂതിയോടെ ജീവിക്കുമ്പോൾ വിധി പറയുന്നതിന് പകരം മനസ്സിലാക്കാനും കുറ്റപ്പെടുത്തുന്നതിന് പകരം പിന്തുണയ്ക്കാനും നമുക്ക് സാധിക്കണം. നിഷേധാത്മകമായ വിമർശനങ്ങൾ, പരിഹാസം, അനാവശ്യ കുറ്റപ്പെടുത്തലുകൾ എന്നിവയെല്ലാം മാനസിക ഉപദ്രവങ്ങളാണ്. ഉപദ്രവമില്ലാത്ത ജീവിതം നയിക്കുന്ന വ്യക്തി തന്റെ വാക്കുകളെ കരുതലോടെ ഉപയോഗിക്കുന്നു. പ്രോത്സാഹനത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷ സംസാരിക്കുന്നു. പ്രവർത്തികളുടെ കാര്യത്തിൽ ഒരാളുടെ സ്വാതന്ത്ര്യത്തെയും സ്വകാര്യതയും മാനിക്കുക എന്നത് പ്രധാനമാണ്. മറ്റൊരാളുടെ അവകാശങ്ങളിലേക്കോ സ്വകാര്യ ഇടങ്ങളിലേക്കോ അതിക്രമിച്ച് കടക്കാതിരിക്കുക, അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുക, അന്യായമായ മത്സരങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നിവയെല്ലാം ഈ ജീവിത രീതിയുടെ ഭാഗമാണ്. ഉപദ്രവിക്കാത്ത ജീവിതം മനുഷ്യർക്കിടയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ ലോകം മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല. മൃഗങ്ങളോടും പ്രകൃതിയോടും കരുണ കാണിക്കുക, പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത ജീവിത രീതികൾ പിന്തുടരുക എന്നിവയും അഹിംസയുടെ ഭാഗമാണ്. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, അനാവശ്യമായി ഊർജം പാഴാക്കാതിരിക്കുക, ജീവജാലങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമ്മൾ പ്രകൃതിയോടുള്ള നന്മ വെളിവാക്കുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയും സാമൂഹിക തലങ്ങളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് ചിന്തിക്കുന്നത് ഈ ജീവിത രീതിയുടെ മറ്റൊരു പ്രധാന ഘടകമാണ്. മറ്റൊരാളുടെ അവസരങ്ങൾ തട്ടിയെടുക്കാതിരിക്കുക, സാമൂഹിക നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നിവയെല്ലാം വലിയ ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്നതിന് തുല്യമത്രേ. മറ്റൊരാൾക്ക് ദോഷം വരുത്താത്ത ജീവിതം എന്നത് ഒരു ദിവസം കൊണ്ട് കൈവരിക്കുന്ന ലക്ഷ്യമല്ല. അത് നിരന്തരമായ സ്വയം തിരുത്തലിലൂടെയും കരുണയുടെ പരിശീലനത്തിലൂടെയും നേടിയെടുക്കുന്ന ഒന്നാണ്. ഈ ജീവിത രീതി നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് ശാന്തതയും സുരക്ഷിതത്വവും നൽകുക മാത്രമല്ല, നമ്മുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നു. കാരണം മറ്റുള്ളവർക്ക് താങ്ങും തണലുമാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ പൂർണ്ണനാകുന്നത്. നല്ല പ്രവൃത്തിയും നല്ല വാക്കുകളും ഉണ്ടാകുവാൻ നല്ല ചിന്തകൾ അനിവാര്യമാണ്. അതെ, മറ്റൊരാളുടെ കണ്ണീരിന് കാരണമാകാത്ത ജീവിതം തന്നെയാണ് ഏറ്റവും മഹത്തരവും അർത്ഥവത്തായതും. സഹാനുഭൂതി മനുഷ്യരോട് മാത്രമല്ല, പ്രകൃതിയോടും മൃഗങ്ങളോടും നമുക്കുണ്ടാകണം എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. പ്രിയ സൗഹൃദങ്ങളെ, ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.